ഹരിമോഹൻ, ഇപ്പോൾ ദേശീയ മെത്തഡോളജിക്കൽ ലബോറട്ടറിയിൽ പരിശോധന എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നു. ഫെബ്രുവരി 12-ന്, അതായത് ഈ മാസം 12-ന് സാമ്പിൾ ശേഖരിക്കും. അടുത്ത ദിവസം തന്നെ സാമ്പിൾ ശേഖരിക്കും എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ദേശീയ മെത്തഡോളജിക്കൽ ലബോറട്ടറിയിൽ പരിശോധന നടക്കുന്നു. ഫെബ്രുവരി 12-ന് സാമ്പിൾ ശേഖരിക്കുന്നു. ഹരിമോഹൻ, അതെ, വ്യാഴാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം. ശബരിമലയിൽ സന്നിധാനത്ത് നിന്ന് സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് ദേശീയ മെത്തഡോളജിക്കൽ ലബോറട്ടറിയിൽ പരിശോധന നടത്താൻ വേണ്ടിയുള്ള അനുമതിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ദേശീയ മെത്തഡോളജിക്കൽ ലബോറട്ടറിയിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഹൈക്കോടതിയിൽ നിന്ന് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 12-ാം തീയതി തന്നെ, അധികം വൈകാതെ തന്നെ, അതായത് ഇന്ന് 9-ാം തീയതി, വ്യാഴാഴ്ച 12-ാം തീയതി തന്നെ സന്നിധാനത്തെത്തിക്കൊണ്ട് സാമ്പിൾ ശേഖരിക്കാൻ കഴിയും എന്നുള്ളതാണ് വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യം. അതിന് കഴിഞ്ഞ തവണ ചെയ്തപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് വിദഗ്ധരെത്തിക്കൊണ്ട് തന്നെയാവും ഇത്തവണയും ഒരുപക്ഷെ ഈ സാമ്പിൾ ശേഖരണം നടത്തുക എന്നുള്ളതാണ്. അതായത് ഈ പാളികളിൽ നിന്ന്, ഒപ്പം തന്നെ ദ്വാരപാലക പാളികൾ, കട്ടിളപ്പാളികൾ, ഇതല്ലാതെ മറ്റേതെങ്കിലും ഉരുപ്പടികളിൽ നിന്നുകൂടി ഇത് ശേഖരിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കേണ്ടത്. അതിന്റെ കാരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം, മറ്റു ഉരുപ്പടികൾ, അതായത് 98-ൽ വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞിട്ടുള്ള മറ്റു ഉരുപ്പടികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാലപ്പഴക്കം നിർണ്ണയിക്കേണ്ടത്. അതൊരു താരതമ്യ പരിശോധനയ്ക്ക് തുല്യമായ പരിശോധനയാണ്. അതുകൊണ്ട് ഈ ശ്രീകോവിലിന്റെ വാതിലോ അല്ലെങ്കിൽ ശ്രീകോവിലിന് ചുറ്റുമുള്ള മറ്റു ഉരുപ്പടികളിൽ നിന്നോ ഈ സാമ്പിൾ ശേഖരിക്കുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും SITക്ക് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മുംബൈ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിലെ തന്നെയാണ് ദേശീയ മെത്തഡോളജിക്കൽ ലബോറട്ടറി. അവിടെയാണ് പരിശോധന നടക്കുക. ഈ മാസം 12-ന് സാമ്പിൾ ശേഖരിക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. SITക്ക് അക്കാര്യത്തിൽ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹരിമോഹൻ, തുടരാം. തീർച്ചയായിട്ടും സ്മൃതി, അതിനകത്ത് ഉണ്ടായിരുന്ന ആശയക്കുഴപ്പം മാറി. അത് ദേശീയ മെത്തഡോളജിക്കൽ ലബോറട്ടറി ഉള്ളത് മുംബൈ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിൽ തന്നെയാണ്. അതായത് നമ്മൾ തുടക്കം മുതൽക്ക് പറഞ്ഞുകൊണ്ടിരുന്ന അതേ അത്യാധുനിക സംവിധാനങ്ങളുള്ള അറ്റോമിക് റിസർച്ച് സെന്ററിലെ അതേ ലബോറട്ടറിയിൽ തന്നെ പരിശോധന നടത്താൻ വേണ്ടിയുള്ള അനുമതിയാണ് SITക്ക് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതിന് ഒട്ടും കാലതാമസമില്ലാതെ തന്നെ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കൂടിയാണ് SITക്ക് അനുമതി നൽകിയിരിക്കുന്നത്. അതിന് ഹൈക്കോടതിയുടെ അനുമതി തന്നെ അനിവാര്യമായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു തീയതി തീരുമാനിച്ചുകൊണ്ട് SITക്ക് നേരിട്ട് സന്നിധാനത്ത് എന്ന് സാമ്പിൾ ശേഖരിക്കാൻ കഴിയില്ല. അതിന് ഹൈക്കോടതി തന്നെ അനുമതി നൽകേണ്ടതുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് ഈ തീരുമാനമുണ്ടായാൽ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡിനും സ്പെഷ്യൽ കമ്മീഷണർക്കും ഒക്കെ SIT നടത്തുന്ന ഈ സാമ്പിൾ ശേഖരണത്തിനോടൊപ്പം തന്നെ നിൽക്കേണ്ടി വരും. അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. മുൻപ് എങ്ങനെയാണോ സാമ്പിൾ ശേഖരിച്ചത് സമാനമായ രീതിയിൽ തന്നെ സാമ്പിൾ ശേഖരണം നടത്തുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് 3-ാം തവണയും സന്നിധാനത്തെ ഉരുപ്പടികളിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരിക്കൽ കൂടി മലകയറാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ ഫലം അത് എത്ര ദിവസം എടുക്കും, അതായത് 2 ആഴ്ചയോ 3 ആഴ്ചയോ അതോ 1 മാസം തന്നെ എടുക്കുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടത്. എന്തായാലും ഇത്രത്തോളം വിദഗ്ധമായ ഒരു പരിശോധനയിലേക്ക് പാളികളുടെ സാമ്പിളുകൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് അതിന്റെ ഫലം, ഈ പാളികളുടെ കാലപ്പഴക്കമടക്കമുള്ള കാര്യങ്ങളിൽ ഫലം വരും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. കാരണം അത് ഒരുപക്ഷെ ഈ ഏറ്റവും അവസാനത്തെ ഒരു പരിശോധന കൂടിയാവാം. കാരണം VSSൽ 2 പരിശോധന നടത്തി അതിന്റെ ഒടുവിലത്തെ ഒരു ഘട്ടമാണ് ഈ പുറത്തേക്ക്, അതായത് മുംബൈയിലെ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് ഒരു പരിശോധന നടത്താൻ വേണ്ടിയുള്ള ഒരു ശുപാർശ SITയിൽ നിന്ന് പോവുകയും അതിന് അനുമതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന പരിശോധനാ ഫലത്തിലും കാലപ്പഴക്കത്തിൽ അവ്യക്തത ഉണ്ടെങ്കിൽ ഈ കേസിന്റെ നിലനിൽപ്പിന്റെ അല്ലെങ്കിൽ കേസിന്റെ ഭാവിയെ തന്നെ വലിയ രീതിയിൽ തുലാസിലാക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. പക്ഷേ ഇതിൽ ലഭിക്കുമെന്നുള്ളതാണ് SIT തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപക്ഷെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നേരത്തെ ശാസ്ത്രജ്ഞരുടെ മൊഴി അത് രേഖപ്പെടുത്തിയപ്പോൾ, VSSലെ ശാസ്ത്രജ്ഞരുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ അവർ തന്നെയാണ് ഇങ്ങനെ ഒരു പരിശോധനയുടെ ആവശ്യമുണ്ട്, അതായത് മറ്റൊരു ലാബിൽ കൂടി പരിശോധിച്ച് അത് ഉറപ്പുവരുത്താൻ കഴിയും, അതിനുള്ള സാധ്യത കൂടി തുറന്നിട്ട് കൊടുത്തുകൊണ്ട് അവർ മൊഴി നൽകിയത്. അതുകൊണ്ടാവാം ഇങ്ങനെയൊരു പരിശോധനയ്ക്ക് വേണ്ടി SIT തുനിയുന്നതും. കാരണം അതിലൊരു വ്യക്തതയില്ലാതെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് വിചാരണ കാലയളവിൽ പ്രതികൾക്ക് സഹായകരമായി തീരും, അനുകൂലമായി തീരും. ആ കുറ്റപത്രം തള്ളപ്പെടാനുള്ള സാധ്യത, അല്ലെങ്കിൽ പ്രതികൾ കുറ്റവിമുക്തരാകാനുള്ള സാധ്യത, പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത, ഒട്ടേറെ സാധ്യതകളാണ് പിന്നീട് മുന്നിൽ വരിക. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതകളെല്ലാം അടച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിൽ ഒരു പഴുതുമില്ലാതെ തന്നെ, ഒരു വീഴ്ചയുമില്ലാതെ തന്നെ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ SIT ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പരിശോധന പൂർത്തിയായി കഴിഞ്ഞ് അതിലെ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രത്തിന് ഒരു ശാസ്ത്രീയ അടിത്തറ നൽകിക്കൊണ്ടായിരിക്കും ആ കുറ്റപത്രം സമർപ്പിക്കുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാർച്ച് ആദ്യവാരത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ പ്രതികൾ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ പുറത്തിറങ്ങി വരുന്നത് കൊണ്ടാണ് നേരത്തെ SIT അങ്ങനെ ഒരു തീരുമാനം, അതായത് എത്രയും വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക്
എത്തിയത്. പക്ഷേ ഹൈക്കോടതി അങ്ങനെ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നില്ല. പൂർണ്ണമായും SITയുടെ അന്വേഷണത്തെ പിന്താങ്ങിക്കൊണ്ട് അവരുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് എന്തായാലും ഇതിനകത്ത് ഒരു കുറ്റപത്രം അല്ലെങ്കിൽ കുറ്റപത്രം വൈകുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള ആശങ്കയും ഇല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഈ മൂന്നാമത്തെ പരിശോധനാ ഫലം വന്നു കഴിയുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി SITക്ക് എന്തായാലും മുന്നോട്ട് പോകേണ്ടി വരും. അതിപ്പോൾ ഫലം എന്ത് തന്നെ ആയാലും, കാരണം രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ലബോറട്ടറിയിൽ തന്നെയാണ് ഈ പരിശോധന നടത്തുന്നത്. അത് 2 പരിശോധനകളും ഇവിടെ നടത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ നടത്തി അതിൽ നിന്ന് കൃത്യമായ ഒരു ഫലം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു SIT ഇത്രയും ദിവസം കാത്തിരുന്നത്. ഏകദേശം 1.5 മാസത്തോളം ഈ പരിശോധന VSSലെ പരിശോധന നീണ്ടുപോയി. ആദ്യത്തെ പരിശോധനയുടെ ഫലം 1 മാസം കഴിഞ്ഞപ്പോഴാണ് വന്നത്, രണ്ടാമത്തെ പരിശോധനയുടെ ഫലം 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് വന്നത്. അങ്ങനെ 1.5 മാസത്തോളം ആ പരിശോധനയുടെ പുറകിൽ തന്നെയായിരുന്നു SIT ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോൾ പോലും അതിന് കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ദേശീയ മെത്തഡോളജിക്കൽ ലബോറട്ടറി, അത് ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിൽ തന്നെയാണ്, അവിടെ നടത്തുന്ന പരിശോധനയാണ് ഏറ്റവും നിർണായകമാവുക. ആ പരിശോധനയ്ക്ക് ശേഷം SIT കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടികളിലേക്ക് കടക്കും. അക്കാര്യവും ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘ തലവൻ തന്നെ നേരിട്ട് എത്തിക്കൊണ്ട് അന്വേഷണ പുരോഗതിയുടെ വിവരങ്ങൾ ധരിപ്പിച്ചത് എന്നുള്ളത് കൂടിയാണ്.